ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ആപ്പിൾ മരം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ആപ്പിൾ മരം. അയ്യോ, ആപ്പിൾ ഒരെണ്ണം പൊഴിഞ്ഞു പോയല്ലോ. നോക്കൂ, ഹലോ ഫ്രണ്ട്സ്, ഇത് ആപ്പിൾ മരം ഒന്നും അല്ല കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഇതാണ് നമ്മുടെ ഷുഗറിനുള്ളൊരു മരുന്നാണ്. ഇതിൻ്റെ പേര് മൽഗോട്ട ദേവ. മൽഗോട്ട ദേവ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടോ, നോക്കിയേ, ആപ്പിൾ പോലെയല്ലേ നോക്കിയേ, കറക്റ്റായിട്ടും ആപ്പിൾ പോലെ അല്ലേ. ഇതിങ്ങനെ അയ്യോ അടന്നത് പഴുത്ത് കിടക്കണമുണ്ടോ. അപ്പം അതിൻ്റെ പച്ചയാണിത്, നോക്കിയേ, പച്ച. ഇതുണ്ടോ, എന്തോരമാണ് നോക്കി ഉണ്ടായി വന്നിരിക്കുന്നത്. ഇത് എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ നമ്മുടെ വീട്ടിലിങ്ങനെയുണ്ട്. ഒത്തിരി പേര് നമ്മളോട് വന്ന് ചോദിക്കുന്നുണ്ട് ഈ പഴം കണ്ടിട്ട്, ആപ്പിളാണോ എന്ത് പഴമാണോ എന്നൊക്കെ. കാരണം പെട്ടെന്ന് തന്നെ ആൾക്കാർക്കിത് ആപ്പിളാണെന്നേ തോന്നുള്ളൂ, പക്ഷേ ആപ്പിളല്ല. ഇത് ഷുഗർ കൂടുതലുള്ള വ്യക്തികൾക്ക് ഈ പഴം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആപ്പിൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം ഇത് കട്ട് ചെയ്തിട്ട് നമ്മളൊരു പരമ്പലോ പായലോ എവിടെ വെച്ച് ഉണക്കിയിട്ട് നമ്മളതൊരു എയർ ടൈറ്റായ കണ്ടെയ്നറിനകത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് അതിൻ്റെ കുറച്ച് ഒരു 5-6 അല്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം അത് കുടിക്കുക. ഷുഗർ കൂടുതലുള്ളവരെ അപ്പം അത് നോർമലാക്കാൻ സാധിക്കുന്ന ഒരു മെഡിസിനാണ് ഇത്. ഇതിൻ്റെ പേര് മൽഗോട്ട ദേവ. നോക്കിക്കേ, എന്തോരാന്ന് നോക്കിയോ. ഇത് കണ്ടോ, ഇതിൻ്റെ തണ്ടേ വഴി മുഴുവൻ ഇത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കൊച്ചു കൊച്ചു നെല്ലിക്ക പോലെ ഇത് ചെറുതിലിങ്ങനെ ഉണ്ടാകും കേട്ടോ. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്നാണെന്നറിയോ, ഇത്രയായിട്ടും ഈ പഴങ്ങളൊന്നും ഇല്ലാത്ത ഇപ്പോൾ ഒരു സീസണാണല്ലോ. അപ്പോൾ ആ സീസണിലാണെങ്കിലും ഇത്രയും നമ്മുടെ ഇവിടെ ഒത്തിരി കിളികളുണ്ട്, അണ്ണാനുണ്ട്, അങ്ങനെ ഒത്തിരി ഇതുണ്ട്. പക്ഷേ ആരും ഇത് കൊത്തിയെടുക്കുകയോ തിന്നുകയോ ചെയ്യാറില്ല. അതുകൊണ്ടോ ഇത്രയും മനോഹരമായ പഴങ്ങൾ ഈ താഴെ കിടന്നിട്ടും നമ്മുടെ അണ്ണാനോ കിളികളോ ഒന്നും കഴിക്കുന്നില്ല. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗറിൻ്റെ കാര്യത്തിൽ ഷുഗറില്ലാത്തവർ കഴിച്ചാലുള്ള തീരുമാനമാകും. അതുകൊണ്ടായിരിക്കും കിളികളാണേലും ഇത് ഒന്നും ചെയ്യാത്തത്. ഇതുണ്ടോ, കൊത്തിയിട്ടാൽ പോലും ഇതുണ്ടോ, ഒരു കൊറണം കൊത്തിയിട്ട് കിടക്കുന്നുണ്ടോ, അതങ്ങനെ കിടക്കുവാണ്. അപ്പോൾ കിളികൾക്കും അതിൻ്റെ എന്തെങ്കിലും നാക്കിലോ ഇല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. കുട്ടികളുള്ളിടത്ത് സൂക്ഷിക്കണം ഇത്. ഈ പഴം ഉപയോഗിക്കുമ്പോഴും, ഈ പഴം ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഈ മരമൊക്കെ മേടിച്ച് വെക്കുന്നവരാണെങ്കിലും. ഇപ്പം ഇത് നമ്മളൊരു നഴ്സറിയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞൊരു കുറ്റിച്ചെടിയായിട്ട്, ഒത്തിരി പൊങ്ങത്തില്ല, കുറ്റിച്ചെടിയായിട്ട് വളരും. ഇതിൻ്റെ പഴത്തിൻ്റെ സീസൺ കഴിയുമ്പം ഈ ഇല മുഴുവൻ പൊഴിഞ്ഞ് താഴെ പോകും. താഴെ പോകുന്നതിന് ശേഷം ഇത് പിന്നീട് നമ്മളവർക്ക് ഉണങ്ങിപ്പോയല്ലോ എന്ന്, പക്ഷേ വീണ്ടും എല്ലാം തളുത്ത് ഇതുപോലെ കായ്ച്ച് പഴുത്ത് കിടക്കും. ഇതിൻ്റെ നോക്കിയാൽ ഒരു തണ്ടയിൽ തന്നെ നോക്കിയാൽ എത്ര എണ്ണം ഉണ്ടാകുന്നത്. ഇതിൻ്റെ തണ്ട് വഴിയാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒത്തിരി പേര് ഇവിടെ വന്ന് ഇതിൻ്റെ കായൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേർക്ക് പ്രായം അങ്ങനെ ഇല്ലല്ലോ ഷുഗറുകൾക്കൊന്നും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ കായൊക്കെ, ഇതിൻ്റെ തൈയൊക്കെ. ഇതാണ് നമ്മുടെ മൽഗോട്ട ദേവ. നിങ്ങൾക്കിഷ്ടമായോ? ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഇത്? ഒത്തിരി പേര് നമ്മുടെ ഇവിടെ പണിക്കൊക്കെ വരുന്നവരാണേലും ഉണ്ടല്ലോ, ഇത് ഈ പഴം കാണുമ്പോൾ ആർക്കും അറിയത്തില്ലല്ലോ ഇതെന്ത് പഴമാണെന്ന് അറിയാനായിട്ടൊരു കൗതുകം കാണും കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ 1-2 പണിക്കാരിത് പറിച്ചു. പക്ഷേ അപ്പം നമ്മൾ കണ്ടപ്പോഴത്തേക്കും കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ. ഇത് കണ്ടോ, അതുകൊണ്ട് നോക്കി എല്ലാ പഴങ്ങളും ഒരു കേട് പോലും ഇല്ലാതെയാണത്. ഇത് കണ്ടോ, ഇങ്ങനെ കിടക്കുക, ഒന്നും കൊത്തിയിട്ടും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ കിടക്കുവാണ്. ഇത് കണ്ടോ, ഒത്തിരി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്, എല്ലാം അങ്ങനെ കിടക്കുവാണ്. നമ്മളിതിവിടെ കുറച്ച് ഇവിടെ അരിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട്. പപ്പായ്ക്ക് ചെറിയ ഷുഗറുള്ളത് കാരണം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ പരിചയത്തിലുള്ളവർക്കും റിലേറ്റീവ്സിനും അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മളിത് കൊടുത്തു വിടാറുമുണ്ടത്. മൽഗോട്ട ദേവ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ, ബൈ ബൈ, സീ യു.